അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഷ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ അഖീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1. യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം. ഹഫളത്ത്, വിശുദ്ധ ഖുർആൻ, മുർസലുകൾ, പണ്ഡിതന്മാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷിർക്ക്, മലക്കുകൾ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ഡാഷ്. ആരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ? ആൻസർ പണ്ഡിതന്മാർ. പണ്ഡിതന്മാരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ. 2. 313 പേരാകുന്നു ഡാഷ്. 313 പേരാണ് ആര്? മുർസലുകൾ. എന്താണ്? മുർസലുകൾ. 3. ലോകത്തിന് വമ്പിച്ച വിജ്ഞാന വെളിച്ചം നൽകി ഡാഷ്. എന്താണ് ലോകത്തിന് വമ്പിച്ച വിജ്ഞാന വെളിച്ചം നൽകിയത്? വിശുദ്ധ ഖുർആൻ. ഉത്തരം എന്താണ്? വിശുദ്ധ ഖുർആൻ. 4. അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ആരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി ഒരിക്കലും പ്രവർത്തിക്കാത്തത്? ഉത്തരം മലക്കുകൾ. എന്താണ്? മലക്കുകൾ. 5. ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. ആപത്തുകളിൽ നിന്നും ഒരു കൂട്ടം മനുഷ്യരെ കാക്കും. ആരാണവരെ? ഹഫളത്ത്. ഉത്തരം എന്താണ്? ഹഫളത്ത്. 6. തൗഹീദിൻ്റെ നേർവിപരീതം. തൗഹീദിൻ്റെ നേർവിപരീതം എന്താണ്? ഷിർക്കാണ്. 7. തൗഹീദിൻ്റെ കെലിമയാണ് ഡാഷ്. തൗഹീദിൻ്റെ കെലിമ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. രണ്ടാമത്തേത് കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ 2 കള്ളി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അസിഫാത്ത് വാജിബ്, അസിഫാത്തുൽ മുസ്തഹീലത്ത്. വാജിബായ സിഫാത്തും മുസ്തഹിലായ സിഫാത്തും. അപ്പോൾ അതിൽ നമുക്ക് അസിഫാത്തുൽ വാജിബ് നോക്കാം. അതിൽ സിദ്ക്ക് കൊടുത്തിട്ടുണ്ട്. സിദ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറയുക. അത് വാജിബായ സിഫത്താണ്. രണ്ടാമത്തേത് അമാനത്ത്, വിശ്വസ്തത. അമാനത്ത് പറഞ്ഞാൽ വിശ്വസ്തത, അതും വാജിബാണ്. തെബിലി എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കൽ, അത് വാജിബായ സിഫത്താണ്. കത്താനത്ത്, ബുദ്ധി കൂർമ്മത. കത്താനത്തും വാജിബായ സിഫത്താണ്. നമുക്ക് അസിഫത്തുൽ മുസ്തഹീലത്ത് നോക്കാം. കസിബ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുക. 2. ഹിയാനത്ത്, വഞ്ചന. എന്താണ്? വഞ്ചന. ബലാദത്ത്, ബുദ്ധിമാന്ദ്യം. എന്താണ്? ബുദ്ധിമാന്ദ്യം, ബലാദത്ത്. കിത്തുമാൻ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കൽ. കിത്തുമാൻ, മറച്ചു വെക്കൽ. മൂന്നാമത്തേത് പൂർത്തിയാക്കാം. പൂർത്തിയാക്കാനുള്ളതാണ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യന് ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം ഡാഷ്. എത്ര മുർസലുകളാണ് ഖുർആനിൽ പറയപ്പെട്ടത്? ഉത്തരം 25. എത്രയാണ്? 25. 2. നൂഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ ഡാഷ്. നൂഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ എന്താണ്? അവിടെ എന്താണ് പൂരിപ്പിച്ചെടുക്കേണ്ടത്? കയറ്റി രക്ഷിച്ചു. അപ്പം എങ്ങനെ വായിക്കല്? നൂഹ് നബിയെയും വിശ്വാസികളെയും കപ്പലിൽ കയറ്റി രക്ഷിച്ചു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫൽ യുബല്ലിഉ ഷാഹിദു ഡാഷ്. അപ്പോൾ ഇവിടെ എന്താണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? ഫൽ യുബല്ലിഉ ഷാഹിദു അൽ ഓയിബ. എങ്ങനെയാണ്? ഫൽ യുബല്ലിഉൽ ഷാഹിദുൽ ഓയിബ. 4. ഫസ്ദഅ ബിമാ തുമറു വ അഅരിൽ. എന്താണ്? ഫസ്ദഅ ബിമാ തുമറു വ അഅരിൽ ഡാഷ്. അപ്പോൾ അവിടെ എന്താണ്? അനിൽ മുശ്രിക്കീൻ എന്നാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. 5. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം ഡാഷ്. അപ്പോൾ അവിടെ എന്താണ്? അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പം എങ്ങനെ വരില്ലേ? നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. 4. വ്യക്തമാക്കാം. 1. മുർസലുകൾ. മുർസലുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉത്തരം അള്ളാഹു തൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചു. അവരാണ് മുർസലുകൾ. എന്താണ്? അള്ളാഹു തൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചു. അവരാണ് മുർസലുകൾ. 2. മുർസലുകൾക്ക് ജായിസായ സിഫത്ത്. നമ്മൾ മുന്നേ വാജിബായ സിഫത്തും അതേപോലെ മുസ്തഹിലായ സിഫത്തും വായിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് ജായിസായ സിഫത്ത് ഏതാണ് എന്നാണ്. അപ്പോൾ എന്താണ് ജായിസായ സിഫത്ത്? അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. എന്താണ്? അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങളാണ്. 3. ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദഅവത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. 5. ഉത്തരം എഴുതാം. 1. ദഅവത്തിൻ്റെ 2 ഇനങ്ങൾ ഏതെല്ലാം? ദഅവത്തിൻ്റെ 2 ഇനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക.
രണ്ടാമത്തത് വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. എന്താണ്? ഒന്നാമത്തത് അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക. രണ്ട്, വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം കണ്ടു. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം കണ്ടത്? ഒന്ന് ഇറാ ഗുഹയിൽ വെച്ചും 2 സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. ഏതൊക്കെയാണ്? ഇറാ ഗുഹയിൽ വെച്ചും സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. ആറാമത്തത് ഇവരുടെ ജോലി എന്താണ്? അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ ജോലിയാണ് ചോദിച്ചത്. ഒന്നാമത്തത് ഹമലത്തുൽ അർഷി. ഹമലത്തുൽ അർഷിൻ്റെ ജോലി എന്താണ്? ഹർഷിനെ ചുമക്കുന്നവർ. 2 ഹാഫൂനാണ്. ഹാഫൂൻ എന്താണ്? ഹർഷിനെ ചുറ്റുന്നവർ. 3 സഫറത്ത്. ലഹ്വിൽ മഹ്ഫൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ. എന്താണ്? ലഹ്വിൽ മഹ്ഫൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ. അടുത്തത് ഏഴാമത്തതാണ് അർത്ഥം എഴുതാം. 1 കൗനുഹു മുത്തക്കല്ലിമൻ. കൗനുഹു മുത്തക്കല്ലിമൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവനാവൽ. അത് വാജിബായ സിഫത്താണ്, സംസാരിക്കുന്നവനാവൽ. 2 കൗനുഹു മുരീദൻ. കൗനുഹു മുരീദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടുക ഉള്ളവനാവൽ. അതും വാജിബായ സിഫത്താണ്. 3 കൗനുഹു അബുക്കം. കൗനുഹു അബുക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരം ഇല്ലാത്തവനാവൽ. അത് മുസ്തഹിലായ സിഫത്താണ്. കൗനുഹു അസമ്മൻ. 4 കൗനുഹു അസമ്മ. കേൾവി ഇല്ലാത്തവനാവൽ. അതും മുസ്തഹിലായ സിഫത്താണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.